പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. രാഹുൽ ഈശ്വർ ജയിലിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് നാളെ അദ്ദേഹം ജയിൽ മോചിതനാകും എന്നാണ്. ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. രാഹുൽ ഈശ്വറിനെ ജയിലിൽ അടച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചത് കൊണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന് ഇരയായിട്ടുള്ള ആ പെൺകുട്ടിക്കെതിരെ സംസാരിച്ചുകൊണ്ടൊന്നും അല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്താലും ആ പെൺകുട്ടിക്കെതിരെ സംസാരിച്ചാലും സർക്കാരിനൊന്നും വരാനില്ല. സർക്കാരിന് പക്ഷേ ബുദ്ധിമുട്ടാകുന്ന ഒരു കേസായിരുന്നു ശബരിമല കൊള്ള എന്ന് പറയുന്നത്. കുറച്ച് കള്ളന്മാർ, അതിൽ പാർട്ടി നേതാക്കന്മാരുണ്ട്, റിട്ടയർഡ് MLA മാരുണ്ട്, അതുപോലെ മറ്റു പലരും ഉണ്ട്. അങ്ങനെ പാർട്ടി തന്നെ നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, അണികളുണ്ട്. അങ്ങനെ പലരും അവരുടെ അനുഭാവികളായിട്ടുള്ളവരുണ്ട്. അങ്ങനെ ഒരറ്റത്തുനിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് അവർ ജയിലിലാണ്. അപ്പൊ ആ നിലയിൽ ഒന്നാകെ പാർട്ടി അടപടലം പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതേക്കുറിച്ച് വിളിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ രാഹുൽ ഈശ്വർ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട അടുത്ത ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള വിഷയവും ഈ ശബരിമലയെ കുറിച്ചുള്ള വിഷയവും പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു തലവേദനയാണ്. അതുകൊണ്ട് അയാൾ അകത്ത് കിടക്കട്ടെ എന്ന് തീരുമാനിച്ച് ഒരു തക്കം തൂക്കി നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് രാഹുൽ ഈശ്വരുടെ ചില നാടകീയമായിട്ടുള്ള സംസാരങ്ങളും മറ്റുമെല്ലാം ഉണ്ടായത്. അതൊരു കാരണമാക്കിക്കൊണ്ട് പോലീസ് റിപ്പോർട്ട് കൊടുത്തത്. പിന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നാണ്, ഇനി സമയം വേണം എന്നാണ് പറഞ്ഞത് എന്നാണ് മനസ്സിലാകുന്നത്. പോലീസ് റിപ്പോർട്ട് കൊടുക്കില്ല. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന നിലയ്ക്ക് ഇനി കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങളോടാണ്. മാധ്യമങ്ങൾ കാണിക്കുന്നത്, രാഹുൽ ഈശ്വരനോട് കാണിക്കുന്നത് നന്ദികേടാണ്. നന്ദികേടെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ നന്ദികേടാണ്. കാരണം അത് ഏത് വിഷയത്തിലായാലും, ശബരിമലയുടെ വിഷയത്തിലായാലും, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലായാലും, ഹണി റോസിന്റെ വിഷയത്തിലായാലും, ഇനി ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയത്തിലായാലും, മറ്റാരുടെ വിഷയത്തിലായാലും, എന്ത് വിഷയത്തിലായാലും അവിടെ രാഹുൽ ഈശ്വർ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ചാനലിന് റേറ്റിംഗ് കൂടുന്നുണ്ട്. അതിന്റെ താഴെ കമന്റ് ബോക്സിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്താലും അല്ലെങ്കിലും അവിടെ കമന്റുകൾ വന്ന് നിറയുന്നുണ്ട്. അവരുടെ റീച്ച് കൂടി വരുന്നുണ്ട്. അവരുടെ ചാനലിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറുന്നുണ്ട്. അതായത് രാഹുൽ ഈശ്വർ ഈ പറയുന്ന ചാനലുകൾക്ക് റീച്ച് കൂട്ടിക്കൊടുക്കാൻ, അവരുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയാണ് ചാനലിനെ സപ്പോർട്ട് ചെയ്ത യഥാർത്ഥ വ്യക്തി എന്ന് പറയാം. അത് ശബരിമല വിഷയം കൊണ്ടായാലും മറ്റേത് വിഷയം കൊണ്ടായാലും. പക്ഷെ അത്തരത്തിലുള്ള ഒരു വ്യക്തി ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളൊരു നിമിഷം ആലോചിക്കണം, എന്തിനാണ് അദ്ദേഹത്തെ ജയിലിൽ ഇട്ടേക്കുന്നത് ഇത്. നമ്മുടെ മാധ്യമങ്ങളൊന്നും സംസാരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്ത് വരുന്ന സമയത്ത്, കസ്റ്റഡിയിൽ പോലീസിന്റെ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്നു, നിങ്ങളൊന്ന് സംസാരിക്കണം, എന്നോട് കാണിക്കുന്നത് അനീതിയാണ്, ഈ അനീതി നിങ്ങളൊന്ന് പറയണം എന്ന്. അത് പക്ഷേ മാധ്യമങ്ങൾ, ഈ ചാനലുകൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഈ കാണുന്ന കുറച്ച് പൊട്ടലുകൾ കേൾക്കുന്നുണ്ടത്. അത് നടക്കട്ടെ, അതിന്റെ വഴിക്ക് നടക്കട്ടെ. UDF-ന്റെ ആഘോഷം അവരത് ആഘോഷിക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം. ഏതായാലും രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള വകുപ്പുകൾ, ഒന്ന് പൊതുസ്ഥലത്ത് അശ്ലീല പ്രവൃത്തി ചെയ്യുക, അതുപോലെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള വാക്കുകൾ, ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ളൊരു കുറ്റം രാഹുൽ ഈശ്വർ ചെയ്തിട്ടില്ല. അതിന് ശിക്ഷിക്കപ്പെട്ടാൽ, തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ 3 മാസം വരെ തടവേ ഉള്ളൂ. അത് ഒരിക്കലും രാഹുൽ ഈശ്വർ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തെളിയിക്കപ്പെടാൻ കഴിയില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കേസ്, ഒരു സ്ത്രീയുടെ മാനത്തെ അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അവരെ ആക്രമിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ കായികമായി ആക്രമിക്കുക, കായികമായി, വാക്കാലല്ല, കായികമായി അവരെ ബുദ്ധിമുട്ടിക്കുക, ബലം പ്രയോഗിക്കുക, അങ്ങനെയൊക്കെയാണ്. അതിലാണെന്നുണ്ടെങ്കിൽ 1 വർഷം മുതൽ 5 വർഷം വരെ ശിക്ഷയാകാം. പക്ഷെ അത്തരത്തിലുള്ള ഒരു കുറ്റം രാഹുൽ ഈശ്വർ ഓൺലൈനിലൂടെ ചെയ്തിട്ടില്ല നമുക്കറിയാം. ഓൺലൈനിലൂടെ ഇരുന്നു കൊണ്ട് വീഡിയോയിലൂടെ ആരെയും പിടിച്ചു വലിക്കാനും ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കില്ല. ആ ഒരു വകുപ്പ് നിലനിൽക്കില്ല. പിന്നെ ചേർത്തിട്ടുള്ള മറ്റൊരു വകുപ്പാണ് ലൈംഗികമായി ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത്. വളരെ വ്യക്തമാണ് അതിൽ ലൈംഗികമായി ആവശ്യപ്പെടുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ 3 വർഷം മുതൽ 5 വർഷം വരെ തടവും പിഴയും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ചേർത്തിട്ടുള്ള മറ്റൊരു വകുപ്പ്, ഒരു സ്ത്രീയുടെ മാനത്തെ അപമാനിക്കുക എന്നുള്ള ഉദ്ദേശിച്ച വാക്കുകൾ, ഇതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് ചാനലുകളിൽ ഇരുന്ന് സംസാരിക്കുക അല്ലെങ്കിൽ വീഡിയോകളിൽ ഇരുന്ന് സംസാരിക്കുക എന്നുള്ളത്. പക്ഷെ അതിനുള്ള ശിക്ഷ 3 വർഷം വരെ തടവും പിഴയാണ്. സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടേണ്ട വകുപ്പാണ്. പിന്നെ സമാധാന ലംഘനത്തിന് കാരണമായേക്കുന്ന രീതിയിൽ ഒരാളെ മനഃപൂർവ്വം അപമാനിക്കുക, ഒരാളെ മനസ്സമാധാനം കെടുത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ അയാളെ സാമൂഹ്യ ജീവിതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരാളെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് 2 വർഷം തടവാണ് അത് ശിക്ഷിക്ക കിട്ടുന്നത്, പരമാവധി കിട്ടുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ
ഇത് കോടതിയിൽ നേരാവണ്ണം ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കേണ്ടതാണ്. പോലീസ് ജാമ്യാപേക്ഷ എതിർക്കേണ്ട ആവശ്യമില്ല, പ്രോസിക്യൂഷൻ എതിർക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഇവിടെ എതിർക്കും. കാരണം രാഹുൽ ഈശ്വരാണ് എന്നതുകൊണ്ടാണ് എതിർക്കുന്നത്. രാഹുൽ ഈശ്വർ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു വാക്കുകളെല്ലാം. ഇനി അഥവാ രാഹുൽ ഈശ്വർ എങ്ങനെ കൈകാര്യം ചെയ്താലും ഏതൊക്കെ രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചാലും അറസ്റ്റ് ചെയ്യുമായിരുന്നു, അകത്താക്കുമായിരുന്നു എന്നത് സത്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചും ശബരിമല കൊള്ളയെക്കുറിച്ചും മോഷണം നടത്തി അവിടെ ശബരിമലയിൽ എല്ലാ സ്വർണവും മോഷ്ടിച്ചതിനെ കുറിച്ചും ഒന്നും സംസാരിക്കരുത്. ഈ രണ്ട് കാര്യങ്ങളും രാഹുൽ ഈശ്വർ മിണ്ടാതിരുന്നുവെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹം പുറത്ത് കണ്ടേനെ. അദ്ദേഹത്തിന് ജാമ്യം കിട്ടാത്തതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ആദ്യ മണിക്കൂറുകൾ തന്നെയാണ്. അദ്ദേഹം മീഡിയകളെ കണ്ടപ്പോൾ ഒരു ആവേശത്തിന് വിളിച്ചു പറഞ്ഞു, ഇതിലൊന്നും ഞാൻ ഒതുങ്ങൂല, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്. രാഹുൽ ഈശ്വർ കാണിച്ചത് വലിയ മണ്ടത്തരമാണ്. പോലീസ് കസ്റ്റഡിയിൽ അദ്ദേഹം പറയേണ്ടിയിരുന്നത് അങ്ങനെയൊന്നും അല്ല. പോലീസ് കസ്റ്റഡിയിൽ ഞാൻ പുറത്തു വരട്ടെ എന്നിട്ട് സംസാരിക്കാം, ഞാനിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്, നിയമത്തിന് വഴിപ്പെടുകയാണ്, ഞാൻ പുറത്തു വന്നതിന് ശേഷം ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം എന്നെ ഇവർ പുറത്തു വിടുന്നുണ്ടെങ്കിൽ പുറത്തു വന്നതിന് ശേഷം ഞാൻ പറയാം, അതല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി ഞാൻ പുറത്തു വന്നതിന് ശേഷം ഞാൻ നിങ്ങളോട് നിയമവിധേയമായി ഞാൻ സംസാരിക്കാം, ഞാൻ കാര്യങ്ങളെല്ലാം പറയാം എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. ആ സ്ഥാനത്ത് ഒരു വിക്ടറി ചിഹ്നം കാണിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുള്ള പല വാചകങ്ങളും പല കാര്യങ്ങളും രാഹുൽ ഈശ്വറിന് തന്നെ വിനയായി വന്നിട്ടുണ്ട് എന്ന് രാഹുലിന് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നിരാഹാര സമരം, കോടതിയോട് അല്ലെങ്കിൽ ഈ നീതിന്യായ സംവിധാനത്തോട് സമരം നടത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. വാദിക്കാം, നമുക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ടുള്ളവർക്ക് എതിരെ നിയമ നടപടിക്ക് പോകാനും അവരെ ഇതേ പാതയിൽ തന്നെ സഞ്ചരിപ്പിക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്, അതിന് അവസരവും ഇവിടെ ഉണ്ട്. ആ നിലയിൽ പൂർണ്ണമായി നിയമത്തിനോട് സഹകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നേരത്തെ തന്നെ ഇറങ്ങി വരാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും രാഹുൽ ഈശ്വരെ പ്രകോപിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ പുറത്ത് ചാടിക്കാൻ വേണ്ടിയുള്ള ശ്രമം പല ഭാഗത്തുനിന്നും ഉണ്ടാവും. പ്രത്യേകിച്ച് മീഡിയകൾ കാണുമ്പോഴൊക്കെ പ്രകോപിപ്പിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. യാതൊരു ലൈസൻസും ഇല്ലാതെ എന്തും ചോദിക്കാം, എവിടെയും എങ്ങനെയും ചോദിക്കാം എന്നതാണ് ഇന്നത്തെ മീഡിയകളുടെ ഒരു തോന്നൽ എന്ന് പറയുന്നത്. അതായത് സാമാന്യ ബോധമോ വിവരമോ വിവേകമോ ഇല്ലാത്ത ഒരു പറ്റം ചെന്നായി കൂട്ടങ്ങളെയാണ് റിപ്പോർട്ടർമാരായി ഇറക്കി വിട്ടിട്ടുള്ളത്. എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, എവിടെ ചോദിക്കണം, എന്തൊക്കെ ചോദിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ച് ഒരു ബോധവുമില്ല. ഇനി ബോധമുണ്ടെങ്കിൽ അത് പാലിക്കാറുമില്ല. ഒരു ജാമ്യ വ്യവസ്ഥ പാലിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ അതിന്റെ തീവ്രതയെക്കുറിച്ചുള്ള അറിവ് കുറവാണെങ്കിൽ അതറിയാവുന്ന മാധ്യമങ്ങൾ അത്തരം ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ കുരുക്കിൽ ചാടിക്കാതെ ഒഴിവാക്കി വിടേണ്ടതിന് പകരം അവർക്ക് കിട്ടേണ്ടതിന് ഏതളവിലും എങ്ങനെയും സംസാരിക്കുമെന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ചോദ്യത്തിൽ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, ഇനിയൊന്നും പറയാനില്ല, ഒന്നും കിട്ടില്ല, നിങ്ങൾ കാത്തിരിക്കേണ്ട എന്ന്. എന്നിട്ടും അദ്ദേഹത്തെ ചായ കുടിക്കാനും ഒരു കടി കടിക്കാനും ഒന്നും പറ്റാത്ത വിധത്തിൽ വളഞ്ഞിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് മാധ്യമങ്ങളുടേത്. അപ്പൊ അത്തരത്തിൽ മാധ്യമങ്ങൾ തന്നെ ഇട്ട് വട്ടം ചുറ്റിക്കുമ്പോൾ അവരുടെ മുന്നിൽ താൻ കാണിക്കുന്ന വിക്ഷേപങ്ങളും സംസാരങ്ങളും തനിക്ക് തന്നെ പ്രതികൂലമായി വരും. താൻ നിയമത്തിന്റെ കസ്റ്റഡിയിലാണ് എന്നുള്ളൊരു ബോധം രാഹുൽ ഈശ്വരനുണ്ടായിരുന്നുവെങ്കിൽ താൻ ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം പറയാമെന്നൊരു പക്ഷേ കരുതി വായ മൂടി മിണ്ടാതിരുന്നുവെങ്കിൽ രാഹുൽ ഈശ്വരന് ജാമ്യം കൊടുക്കുകയേ മാർഗമുണ്ടായിരുന്നുള്ളൂ. കാര്യം രാഹുലിനെതിരെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ കൊടുക്കുമായിരുന്നില്ല. ആദ്യ മണിക്കൂറുകളിൽ രാഹുൽ പറഞ്ഞിട്ടുള്ള വാദഗതികളൊക്കെ ഇയാൾ വീണ്ടും കുറ്റകൃത്യം ആവർത്തിക്കും എന്നതൊക്കെ കോടതിയുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് തെളിവുമുണ്ട്, വീഡിയോ തെളിവുകളുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ അദ്ദേഹം ചെയ്തത്, അതിബുദ്ധി കാണിച്ചത് ആദ്യം ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ ഡിവൈസൊക്കെ മാറ്റിവെച്ചു എന്നുള്ള വീഡിയോസൊക്കെ പുറത്തു വന്നതിന്റെ ഭാഗമായിട്ടാണ്. അതായത് അദ്ദേഹത്തിന് ഒരുപാട് വിവരമുണ്ട്, ധാരാളം അറിവുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അത് എവിടെയാണ് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്, എവിടെയാണ് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് ഒന്നുകൂടി വിവേകമതിയാകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തൊക്കെ ആയിരുന്നാലും നമ്മൾ രാഹുൽ ഈശ്വരെ ഇങ്ങനെയൊക്കെ വിമർശിക്കുമ്പോഴും പിണറായിയുടെ ആ കുതന്ത്രത്തിന് വിധേയനായി അന്യായമായി തടവിൽ കഴിയുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കേണ്ടതാണ്, അദ്ദേഹത്തിന് പുറത്തു വിടേണ്ടതാണ്. ഇതിൽ നിലവിൽ ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റവും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. കാര്യം അദ്ദേഹത്തിന്റെ വീഡിയോകളും അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകളും എല്ലാവരും കണ്ടതാണ്. പക്ഷെ ഈ മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് എന്താണ് ഇങ്ങനെ നീതികേട് കാണിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോ യാതൊരു ചർച്ചയുമില്ല, രാഹുൽ ഈശ്വറിനെ കുറിച്ച് യാതൊരു അക്ഷരവും മിണ്ടുന്നില്ല. ഇനി അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ, മോചിതനായി ഇറങ്ങിക്കഴിയുമ്പോൾ കോലും തൂക്കി അദ്ദേഹത്തിന്റെ അണ്ണാക്കിലേക്ക് മയക്കം തിരികൊണ്ട് ഇനി ഇവർ തന്നെ ചെല്ലും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അദ്ദേഹം ഒരു ആപത്തിൽപ്പെടുമ്പോൾ, അന്യായമായി അനീതി ചുമത്തപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം പറയാതെ ഇങ്ങനെ മാറി നിന്ന് ചിരിക്കുന്നത് ഈ മാധ്യമങ്ങളുടെ നന്ദികേടിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. Different angles,
Don't forget to subscribe and support this channel.